മോള് നല്ല ഉറക്കമാ. ഗണമധുന നാരായണം അനുഗരമനു ഭജ മാം രാധേ. സഖിമുഖി മുഖരയ മണിരചന നാരായണം അനുഗരമനു ഭജ മാം രാധേ. എന്താ മോളെ രാവിലെ തന്നെ? ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞ്. അമ്മൂമ്മ എന്താ പ്രാർത്ഥിച്ചേ? അതൊക്കെ ഉണ്ട്. എന്തിനാ 3 പ്രാവശ്യം പ്രദക്ഷിണ വയ്ക്കണേ? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. മോള് ടീച്ചർമാരെ പോലെ ഡ്രസ് ചെയ്ത് സ്കൂളിൽ പോണേന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? കുഴപ്പമൊക്കെ ഉണ്ട്. സുമംഗലക്ക് ഇത്രയും ഒരുക്കമില്ലായിരുന്നു. മോളെ ഒന്ന് വേഗം ബാ. ഞാൻ റെഡി. പോവാം. പോവാ. മോളെന്താ വല്ല TV പരിപാടിക്കും പോവാണോ? ഒരു മിനിറ്റ്. നീ ഇപ്പോഴവളെ അങ്ങോട്ട് പറഞ്ഞു വിടണമായിരുന്നു. രാഹുകാലത്തിന് മുമ്പെങ്കിലും ഒന്ന് ഇറങ്ങണം മോളെ. വരണു. ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം. നിക്കപ്പൂപ്പ. വാ വാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കേ. മോളിത് പതുക്കെ പൂരിപ്പിച്ച് തന്നാ മതി. വാ, കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. മാഷ ഞാൻ ഇറങ്ങുക. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. മോള് പഠിപ്പിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇതാണ് നിങ്ങളുടെ പുതിയ കമ്പ്യൂട്ടർ ടീച്ചർ ശീലാപതി. നിങ്ങളുടെ പ്രസന്റേഷനൊക്കെ എവിടെ വരെയായി? വരെ എത്തി. ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്?
20 കുട്ടികളുടെ 2 ബാച്ച്. ഓക്കെ, എല്ലാരും പ്രോഗ്രാം ചെയ്ത് കാണിക്കൂ. എന്താ മോളെ ഒരു വല്ലായ്മ? അവർക്കൊന്നും എന്റെ ഡ്രസ്സ് പിടിക്കണില്ല അപ്പൂപ്പ. ടീച്ചേഴ്സൊക്കെ എന്നെ വല്ലാണ്ട് നോക്കുക. കുട്ടികളും എനിക്ക് വയ്യ, ഞാൻ പോണില്ല അതിനങ്ങോട്ട്. ഈ കൽക്കട്ടയിലൊക്കെ വളർന്ന കുട്ടികൾക്ക് നാട്ടിൻപുറം എങ്ങനെ പിടിക്കുക? നല്ലപോലെ ദണ്ണം പറ്റിയിട്ടുണ്ട്. കൊറേ ദിവസം തിരുമണം. എന്തു പറ്റി അപ്പൂപ്പ? ഒന്ന് വീണു. കളത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോ ബോധം ഉണ്ടായിരുന്നില്ലെന്നേ. എന്നിട്ട് അമ്മയെ അറിയിച്ചോ? മാമനെ അറിയിച്ചോ? അവരെയൊക്കെ കൂടെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കണോ? അവൾ ഇപ്പൊ ഫോൺ ചെയ്യാൻ പോയിരിക്കുക. എനിക്ക് വൈകിട്ട് മഠത്തിലൊരു തിരുമലുണ്ട്. ഇപ്പോഴും ചെറുപ്പാന്നാ വിചാരം. ഇനി കുളിക്കാം. കമലേ, വെള്ളം ചൂടായി. നോട്ട്സ് എല്ലാവരും എഴുതിയല്ലോ? ടീച്ചർ പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണോ? ആ, ബംഗാളിലാ. ഇവിടെ ഞങ്ങൾക്കൊരു ബംഗാൾ വാസമുണ്ട്. ടീച്ചർക്ക് അറിയാവോ? അറിയില്ലല്ലോ. ആരാ? ഇവിടുത്തെ പ്യൂൺ വാസുവിനെ അവര് പറയുന്നത്. പേര് വാസു എന്നാണെങ്കിലും ആര് ചോദിച്ചാലും ബംഗാൾ ബാസു എന്നേ പറയൂ. അതിനെന്താ ചിരിക്കാനെന്തിരിക്കുന്നു? ടീച്ചർ സംസാരിക്കുമ്പോ ബംഗാളിയല്ലേ ആദ്യം നാവിൽ വരുന്നത്? എനിക്ക് മലയാളം നന്നായി അറിയാം. എന്നെ ആദ്യം പഠിപ്പിച്ചത് മലയാളം. എന്റെ അച്ഛനൊരു മലയാളം റൈറ്ററാ. ടീച്ചർ കൽക്കട്ടയിൽ വരുന്നെന്നാണല്ലോ എച്ചം പറഞ്ഞത്. ആ, അവിടേക്ക് അറിയോ? പിന്നെ അറിയോന്നോ? നമ്മുടെ പാർട്ടിയുടെ തലയല്ലേ അവിടെ കിടക്കുന്നത്, അറിയാതൊക്കുവോ? എന്താ പേര്? വാസു. ബാസു എന്നാ എല്ലാരും വിളിക്കുന്നത്. അവിടെ വായില്ലല്ലോ, ബായല്ലേ ഉള്ളൂ. ടീച്ചറുടെ പേരെന്താ? ശീലാബതി. ആ കേട്ടോ, ശീലാവതിയല്ല, ശീലാബതി. വാസു അല്ല, ബാസു. അതാ കറക്റ്റ്. അപ്പൊ എല്ലാരും പ്രോഗ്രാം ചെയ്തോളൂ. ബെല്ലടിക്കാൻ സമയായി, ഞാനങ്ങോട്ട്. ഓ, രാവിലെ തുടങ്ങിയ ഇരിപ്പാ. ബാ, നമുക്ക് വല്ലതും കഴിക്കാം. അപ്പൊ അമ്മൂമ്മ എന്താ ഒന്നും കഴിക്കണില്ല അപ്പൂപ്പ? അവൾ ഇപ്പോഴെങ്ങും അവിടെ നിന്ന് എഴുന്നേക്കില്ല. കമലേ, കഞ്ഞി ശരിയായോ? ആ, എന്റെ ഫുഡ് എവിടെ? ഞാൻ ഉണ്ടാക്കിയില്ല. ഓ, ചപ്പാത്തി. ഫിഷ്. മോളെ, സ്കൂൾ എങ്ങനുണ്ട്? വലിയ സ്കൂളാ പൂപ്പ. അതെനിക്കറിയത്തില്ലേ. നല്ല കുട്ടികളാ. ഗേൾസ്. എനിക്ക് എല്ലാരും വലിയ ഇഷ്ടായി. ദേ, അമ്മൂമ്മ ഇനിയും എണ്ണീറ്റിട്ടില്ല. അവൾ ഇപ്പോഴൊന്നും എഴുന്നേക്കുകയില്ല. മതി, തീരെ വയ്യ.